നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ചെറുതായിട്ടൊന്ന് മുങ്ങി. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവ്യക്കുട്ടിയുടെ സ്കൂൾ ഡേ ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പണികളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമില്ലേ? അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. അതിന് മുന്നേ ഐ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നല്ല റെഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നൊരിതായിരുന്നില്ല. ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്. ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചപ്പോൾ ഓക്കെ ആയിട്ടോ. ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ഓക്കെ, അങ്ങനെയാണ് കുറച്ച് തിരക്കായി പോയത്. ഓക്കെ, എന്നാലും നമുക്ക് ഇനി ഒരുപാട് ലേറ്റ് ആക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ. ഇത് ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഈ മാസം എന്തായാലും കുറച്ച് നല്ല വീഡിയോസ് ചെയ്യണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ യൂഷ്വലി കാണുന്ന ഈ ഡ്രസ് ഹാളിൽ നിന്ന് മാറിയിട്ട് ഹാൾ വീഡിയോസിൽ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതും, അതുപോലെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ റിക്വസ്റ്റ് ഉള്ള വീഡിയോസും ഒക്കെ ഇതിൽ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം പറ്റുന്ന പോലെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി ഹാളാണ്. ജ്വല്ലറി ഹാളല്ല, ആക്ച്വലി ഇയറിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇയറിങ്സിൻ്റെ ഒരു ഹാൾ വീഡിയോ ആണ്. മിക്കവാറും ഞാൻ വീഡിയോസിലൊക്കെ ഇടുന്ന ഇയറിങ്സ് ആയിക്കോട്ടെ, ജ്വല്ലറിയൊക്കെ പറ്റിയിട്ട് എൻക്വയറി വരാറുണ്ട്. ഞാൻ ഈ ഇടുന്നതൊക്കെ തന്നെയും വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. ഹാൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഓൺലൈൻ പർച്ചേസ് തന്നെയായിരിക്കും മിക്കതും. അപ്പോൾ ഞാൻ ഹാൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ കാണുന്ന കമൻസിനൊക്കെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇല്ലാത്തത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് കാണിക്കുന്നത് കൂടാണ്ട് പഴയ പ്രോഡക്ട്സ് നിങ്ങൾ കുറേ ചോദിച്ചിട്ടുള്ള, സ്ഥിരമായിട്ട് ഞാൻ ഇടുമ്പോൾ ചോദിക്കുന്ന കുറച്ചുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും എൻ്റെ സ്റ്റോറിൽ കയറി നോക്കുക കേട്ടോ. ആമസോൺ സ്റ്റോറിൻ്റെ ഒരു ലിങ്ക് ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോസിലും ഇട്ടിട്ടുള്ളത്, ഓരോ വീഡിയോസ് ചെയ്തിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ജ്വല്ലറീസിൻ്റെ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൽ കൊടുത്തിട്ടില്ലാത്തത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എനിക്കും അറിയാം നിങ്ങൾക്കും ഓരോ വീഡിയോസായിട്ട് എടുത്ത് നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചോദിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഇയറിങ് വന്നിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇവരുടെ തന്നെ ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഒരു ഔട്ട് ഓഫ് പാക്കിംഗ് ഒക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് സീലൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. എനിക്കൊന്നിനും ഒരു ഡാമേജോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ടൊരു സെമി ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒരു ഇയറിംഗ് ആണെന്ന് പറയാം. ഓക്കെ, ഇവരുടെ ഞാൻ മുന്നേയും വാങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെത്. അപ്പോൾ നല്ല രസമുള്ള ഒരു ഇയറിംഗ്. ഇനി അടുത്തത് ഞാൻ കുറേ നാളായിട്ട് കാട്ടിലിട്ട് വെച്ചിരുന്ന ഒരു ഇയറിംഗ് ആണ് ഇത് കേട്ടോ. ഇതും നല്ല ഒരു വെറൈറ്റി ഡിസൈനാണ്. നല്ല രസമുണ്ട് അല്ലേ? ഇതിൽ കളർ വരുന്നത് ആ ഒരു പേസ്റ്റൽ പിങ്കും ബ്ലൂ ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറെയും കളർ ചേഞ്ചസ് ഉണ്ട്. ഞാനൊരു യെല്ലോ പിങ്ക് അങ്ങനെ യെല്ലോ ബ്ലൂ ആണെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, നല്ല രസമല്ലേ? ഒത്തിരി വലുതല്ല കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ ഒത്തിരി വലുതല്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത്രയും വെറൈറ്റി തപ്പിയെടുത്തുകൊണ്ട് വന്നത്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള പറയും കേട്ടോ. ഓക്കെ, എല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഞാൻ എടുത്ത എല്ലാം ഇഷ്ടമായി. മീൻസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെയാണോ, പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. കയ്യിൽ കിട്ടുന്നവരൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇത്തവണ കൈ കിട്ടിയപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഇവരുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകിച്ച് ഇഷ്ടമാവുന്ന ഇത് നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാത്തിലും. അടുത്ത നല്ല ഒരു ജുംക കാണിച്ചു തരാം. ഒരു വെഡ്ഡിങ്ങിനൊക്കെ നല്ല ഒരു പാർട്ടി വെയർ കുർത്താൻ്റെ ഒപ്പം അടിപൊളിയായിരിക്കും. ഓക്കെ,
ഈ ഒരു കളർ നല്ല രസമുണ്ട്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും വേണമെങ്കിൽ ഇത് ഇടാം, ഇല്ല ബ്ലൂവിൻ്റെ ഒപ്പം വേണമെങ്കിൽ അങ്ങനെയും ഇടാം. ഇതും നല്ല രസമുണ്ട് കേട്ടോ. ഇത് വേറെ ബ്രാൻഡാണ്, പക്ഷെ ക്വാളിറ്റിയൊക്കെ എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ഇനി അടുത്തതൊരു ഇയറിങ്. ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. പേളാണ്, വൈറ്റ് പേളാണ്, ഗോൾഡാണ്. ഗോൾഡ് ബേസിൽ വൈറ്റ് പേൾ വരുന്ന ഒരു ഇയറിങ്. ഭയങ്കര ഹെവി അല്ല, എന്നാൽ തീരെ സിമ്പിളാക്കിയിട്ടില്ല. നമുക്ക് ഒരുപാട് ഡ്രസ്സിനൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സാരീൻ്റെ ഒപ്പം ഒക്കെ ഇടാൻ പറ്റുന്ന, വെഡിങ്ങിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊരു ഇയറിങ്. ഓക്കെ, ഗോൾഡാണ്. ഗോൾഡ് ബേസിൽ ഗോൾഡ് തന്നെ സ്റ്റോണാണ് വരുന്നത്. പിന്നെ ഒരു വലിയൊരു ഗ്രീൻ സ്റ്റോണും കൂടെ വരുന്നുണ്ട്. നല്ല രസമായിരിക്കും. ഓക്കെ, നമുക്കിങ്ങനെ ഇതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ അല്ലാണ്ട് ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ചെയിൻ പോലെ കിടക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ. ഇനി ഇന്നത്തെ ഈ ഒരു കളക്ഷനിലെ ലാസ്റ്റ് പീസ് കാണിച്ചു തരാം. അത് നല്ല വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ഇയറിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, വൈറ്റ് പേൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റഡിലും വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുമ്പോഴും ഈ പേൾ വരുന്നുണ്ട്. ഇടയ്ക്ക് 1-2 സ്റ്റോണ് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് മെറ്റലാണ് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്, നല്ല വെറൈറ്റി ആയിട്ടൊരു പീസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള കുറേ ഇയറിങ്സ് ഉണ്ട്. അതിൻ്റെ കൂടി ലിങ്ക്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാം കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, എൻ്റെ ആമസോൺ സ്റ്റോറിൽ തന്നെ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്യാനായിട്ട് പിശുക്കരുത്. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.